നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മാസ്റ്റർ ശ്രീ ആദിഷാണ്. നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സപ്പിൽ ഈസി ആയിട്ട് ചാറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് പഠിച്ചു. ഇപ്പോൾ ഈ തവണത്തെ എപ്പിസോഡിൽ നമ്മൾ സാറിനോട് ചോദിക്കാൻ പോകുന്നത് കുറച്ച് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് സാറിനോട് ചോദിച്ചാലോ? സർ, ആരെങ്കിലും ഉണ്ടോ, വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം. ഇസ് ദർ എനിബഡി എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഇസ് ദർ എനിബഡി, ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ മലയാളം അർത്ഥം. ഓക്കെ, പിന്നെ ഇപ്പോൾ ഹസ്ബൻഡ് പറയാണ് നീ വേഗം റെഡി ആവുക, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാകാം എന്നെങ്ങനെ പറയും? സിമ്പിളായിട്ട് ഐ വിൽ ബി റെഡി ഇൻ എ ജെഫി എന്നുള്ള രീതിയിൽ പറയാം. ഐ വിൽ ബി റെഡി ഇൻ എ ജെഫി. അടുത്ത ക്വസ്റ്റ്യൻ സാറിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിലെ മുതിർന്ന ഒരാൾ കുറച്ച് ദിവസം മാറി നിന്നു, എന്നിട്ട് വീട്ടിലേക്ക് പിന്നെ വന്നു. അപ്പോൾ ചോദിക്കുകയാണ്, അവിടെ അലക്കാനായിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു വേലക്കാരി, ഒരു സെർവൻ്റ് ഉണ്ട്. അപ്പോൾ ആ സെർവൻ്റ് ലാസ്റ്റ് അലക്കുകാരി എന്നാണ് അവസാനമായിട്ട് വന്നത് എപ്പോഴെന്ന് എങ്ങനെ ചോദിക്കും? ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. നമുക്കിവിടെ വെൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. വെൻ ഡിഡ് ദ വാഷർ വുമൺ കം ലാസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഒന്നുകൂടി പറയാം. വെൻ ഡിഡ്, ഇവിടെ ഡിഡ് എന്ന് യൂസ് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞു പോയൊരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിഡ് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാം. ടൈമിംഗ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ വെൻ ഡിഡ് ദ വാഷർ വുമൺ എന്നുള്ളതാണ് യൂസ് ചെയ്യുക. വെൻ ഡിഡ് ദ വാഷർ വുമൺ കം ലാസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ മുറിയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ്, എപ്പോഴും നമ്മുടെ വായിൽ വരുന്ന കാര്യങ്ങൾ തന്നെ. ഈ മുറിയിൽ പൊടിയൊന്ന് തട്ടിക്കളയൂ, എങ്ങനെ ചോദിക്കും? റൂം അല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ജസ്റ്റ് ഡസ്റ്റ് ദിസ് റൂം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. DUST, ഡസ്റ്റ് ദിസ് റൂം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വൈഫിനോട് പുറത്തുനിന്ന് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു ചോദിക്കുകയാണ്, ഹസ്ബൻഡ് അവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ വൈഫിന് പറയണം അയാൾ ഇന്ന് രാവിലെ തൊട്ട്, അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ പുറത്താണ് എന്ന്. എങ്ങനെ നമ്മളൊരു മറുപടി കൊടുക്കും? അദ്ദേഹം പുറത്താണെന്ന് പറയാൻ ഹി ഹാസ് ബീൻ ഔട്ട് എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പോൾ ഞാനിവിടെ ഹാസ് ബീൻ ഔട്ട് എന്നുള്ളത് ഉപയോഗിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ഇന്ന സമയം മുതൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ സിൻസ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹി ഹാസ് ബീൻ ഔട്ട് സിൻസ് മോർണിംഗ് എന്നുള്ള രീതിയിൽ പറയാം. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം പുറത്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഹി ഹാസ് ബീൻ ഔട്ട് സിൻസ് മോർണിംഗ്. അടുത്തതും നമ്മളെപ്പോഴും അടുക്കളയിലും എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ്. പാല് പുളിച്ചു പോയി. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദ മിൽക്ക് ഹാസ് ടേൺഡ് സവർ എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ദ മിൽക്ക് ഹാസ് ടേൺഡ് സവർ. പിന്നെ പെട്ടെന്ന് ഒരാൾക്ക് വയ്യാതെ വന്നു, അപ്പോൾ നമുക്ക് ഡോക്ടറെ വിളിക്കണം. എങ്ങനെ അത് ഇംഗ്ലീഷിൽ ചോദിക്കും? അല്ലെങ്കിൽ പറയും ഡോക്ടറെ എന്ന് വിളിക്കൂ എന്നാണോ? ഡോക്ടറെ വിളിക്കൂ എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് റിംഗ് അപ്പ് ദ ഡോക്ടർ എന്നുള്ള രീതിയിൽ പറയാം. റിംഗ് അപ്പ് ദ ഡോക്ടർ. അടുത്തത്, മുതിർന്ന ആൾ പറയാ പിള്ളേര് തട്ടി കളിക്കുകയാണ്, ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നു. അപ്പോൾ മുതിർന്ന ആൾ പറയാ എല്ലാം യഥാസ്ഥാനങ്ങളിൽ വെക്കൂ എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയാം? ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ വെക്കുക എന്നുള്ളതിന് കീപ്പ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക. കീപ് എവ്രിതിങ്, എല്ലാതും എന്നുള്ളതിന് എവ്രിതിങ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. കീപ് എവ്രിതിങ് ഇൻ ദെയർ പ്ലേസ് എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം. പിന്നെ പകലേറെയായി, പകലേറെയായി എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദ ഡേ ഈസ് ഫാർ അഡ്വാൻസ്ഡ് എന്നുള്ള രീതിയിലാണ് പറയുക. ദ ഡേ ഈസ് ഫാർ അഡ്വാൻസ്ഡ്, പകലേറെയായി എന്നുള്ള രീതിയിൽ. പിന്നെ ഞാനിന്ന് വൈകിയാണ് ഉണർന്നത് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് വേറെ ആൾ പറയാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് ഞാൻ വൈകിയാണ് ഉണർന്നത് അല്ലേ? അത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഐ വോക്ക് അപ്പ് ലേറ്റ് ദിസ് മോർണിംഗ് എന്നുള്ള രീതിയിൽ പറയാം. ഐ വോക്ക് അപ്പ് ലേറ്റ് ദിസ് മോർണിംഗ്. അടുത്തതും നമുക്ക് ഡെയിലി ചോദിച്ചില്ലെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, നീ ഇപ്പോഴും ഉണർന്ന് കിടക്കുകയാണോ എന്ന്. വളരെ സിമ്പിൾ ആണ്. ആർ യു സ്റ്റിൽ അവേക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ആർ യു സ്റ്റിൽ അവേക്ക്. പിന്നെ നമ്മൾ സാധാരണ ചോദിക്കുന്ന കാര്യം തന്നെയാണ്, ആരാണ് വാതിൽക്കൽ എന്ന് ചോദിക്കില്ലേ? ഇപ്പോൾ ഉള്ളിലുള്ള ഒരാൾ പുറത്ത് അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ ചോദിക്കും, ആരാണ് വാതിൽക്കൽ വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് വാതിൽക്കൽ എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കാം? വളരെ സിമ്പിളാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ്, ഹൂ ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. ഹൂ ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ, ഈ രീതിയിലാണ് ചോദിക്കുക. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എപ്പോഴും അല്ലെങ്കിൽ കുറേ നേരം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയോ TV കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മുതിർന്ന ആൾക്കാരാണെങ്കിൽ പറഞ്ഞു പോകും, ഇനി പോയി ഉറങ്ങാൻ നോക്കൂ എന്ന്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും?
വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നൗ ഗോ ആൻഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ മതി. സിമ്പിളായിട്ട് ഗോ ആൻഡ് സ്ലീപ്പ് എന്ന് പറയാം. ഇപ്പോൾ പോയി ഉറങ്ങൂ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നൗ ഗോ ആൻഡ് സ്ലീപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഇനിയും ഇതും ഒരു ഡെയിലി യൂസിന്റെ കാര്യം തന്നെയാണ്. നൈറ്റ് എപ്പോഴും ആവശ്യം വരും. എൻ്റെ കിടക്ക ഇവിടെ വിരിക്കൂ എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയും? വളരെ സിമ്പിൾ ആണ്. മേക്ക് മൈ ബെഡ് ഓവർ ഹിയർ എന്നാണ് പറയുക. മേക്ക് മൈ ബെഡ് ഓവർ ഹിയർ. പിന്നെ രാത്രിയിൽ എപ്പോഴും പറയാം നമുക്ക്, അല്ലെങ്കിൽ കുറേ നേരം TV കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറേ നേരം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പറഞ്ഞു വരും ഉറങ്ങാൻ സമയമായി എന്ന്. സിമ്പിളായിട്ട് ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു ടേൺ ഇൻ എന്ന് പറയാം. ഇറ്റ്സ് ടൈം ടു ടേൺ ഇൻ. ഓക്കെ, ഇന്ന് നമ്മൾ ഹോം റിലേറ്റഡ് ആയുള്ള കുറച്ച് കാര്യങ്ങളാണ് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കിയത്. സാർ നമുക്കിത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.